നമ്മള് ആര്യങ്കാവ് പൂരത്തിന് അമ്മുച്ചേച്ചിന്റെ അവിടെ വന്നിട്ട് ഇവിടെ എല്ലാ ഇടത്തമ്മമാരും ചേർന്നിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്. അതില് ഒരാളുടെ സ്പെഷ്യലാണ് പൈനാപ്പിൾ കേസരി. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. കപ്പ് റവയ്ക്ക് ആവശ്യമായിട്ടുള്ള നെയ്യും ഓയിലും കൂടെ മിക്സ് ആക്കി വെച്ചത്, കുറച്ച് പൈനാപ്പിള്, കുറച്ച് കാഷ്യൂ, കുറച്ച് ഗ്രേപ്സ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള ചീഞ്ചട്ടി. അയ്യോ ഇപ്പൊ ചീഞ്ചട്ടി പോയാണ് വേഗം. അത് നമ്മൾ നെയ്യും എണ്ണയും ഒപ്പം ഒഴിക്കുന്നു. ഫസ്റ്റ് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ ബൗളിന് രണ്ട് ബൗള് റവ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബൗളിന് 4 ബൗള് വെള്ളം വെക്കണം. ഇതിന് കേസരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ തിളച്ചതിന് ശേഷമാണ് ഒഴിക്കുക. കാഷ്യൂ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. കേസരിക്ക് വേണ്ട മെയിൻ സാധനം പഞ്ചസാര. അത് എടുത്തിട്ടില്ല, നമ്മളത് എടുക്കാൻ മറന്നു പോയി. അങ്ങനെ അവിടെയൊക്കെ പോയി കാണിച്ചു. പഞ്ചസാര തരുന്ന ഐഷു. അയ്യോ പഞ്ചസാരത്തെ കാണാല്ലേ. അയ്യോ സമയായേ പഞ്ചസാരേ. അയ്യോ 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 താഴെ 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 താഴെ. അയ്യോ അയ്യോ പഞ്ചസാര. റവ കുറച്ച് നമ്മൾ വറുത്ത് കൊടുക്കേണ്ടതാണ്. കിട്ടി 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 പഞ്ചസാര കിട്ടി. വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു അരമതി കേട്ടോ. നല്ല വറുക്കണം ടേസ്റ്റ് നമ്മുടെ റവ. എന്നാലാണ് നമുക്ക് കേസരി നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. കെട്ടി കഴിയണത്ര വറക്കണം. കുറച്ച് പൈനാപ്പിൾ കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിനായിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും വെള്ളം നല്ല തിളച്ച വെള്ളം മാത്രമേ. പറ എന്താ വേണ്ട പറ. എന്താ ഇനി നമ്മൾ ഇതിന് വേണ്ട പഞ്ചസാര, ആവശ്യത്തിലുള്ള പഞ്ചസാര ഇതിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഈ പാത്രത്തിന് 1 കപ്പ് റവ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് 3/4 കപ്പ് പഞ്ചസാര എന്ന അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം കുറച്ചും കൂടെ വേണമെന്നുള്ളവർ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിൽ എടുക്കാം കേട്ടോ. നന്നായി വറക്കണം ഗൈസ്. എന്റെ കേസ് കളറിനായിട്ട് നമുക്ക് കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മൾ കളറിനായിട്ട് നമ്മൾ കളർ പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയാണ് കളറിനായിട്ട്. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കുറുമ ഉണ്ടാക്കിയതാണ്. ആ കുറുമയ്ക്ക് വേണ്ടി എടുത്ത് ദോശ കഴിച്ചോ. ഫൈനലി നമ്മുടെ വെള്ളത്തിലേക്ക് ഒഴിക്കുക. ചൂടുണ്ട്. നമുക്ക്
നമുക്ക് ഇതിൽ വന്നിട്ട് നമ്മളിട്ട പഞ്ചസാരയും റവയും നല്ലോണം മെൽറ്റായിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ × 2 × 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടിയാൽ മാത്രം മതി. ഇനി ഇതിനുള്ള വെള്ളം നമുക്ക് നല്ല തിളച്ചിട്ടില്ല, അത് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഊതേണ്ടത് അമ്മയും പ്രാവശ്യം ഊതിട്ട് പോണം കേട്ടാ. എന്റെ കൈ കാണണം. ഇതിലേക്ക് ഇതിന്റെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഇതിന്റെ കൂടെ നമ്മൾ 1 കപ്പ് റവയ്ക്ക് നമ്മൾ 2 കപ്പ് റവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ കൂടെ 1.5 കപ്പ് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കല് വിട്ട പിന്നെ റവയും കൊണ്ട് എറിയ. സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യ കുറച്ച് ഉപ്പ്. സ്വീറ്റ്നെസ് ഇങ്ങനെ നമ്മൾ വെങ്കടേഷ് ഭട്ട് ഐഷു എന്റെ ഈ വേത്ര വെങ്കടേഷ് ഭട്ട് എന്തൊക്കെയൊക്കെയോ ആക്കുണ്ട്. നമ്മുടെ കേസരി റെഡി ആയിരിക്കുകയാണ്. ഈ ഇങ്ങനെയുള്ള സ്റ്റേജിൽ തന്നെ ഈ ഒരു ടെക്സ്ചർ വരുന്ന സ്റ്റേജിൽ തന്നെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യേണ്ടതാണ്. തിന്നണ സമയത്ത് കറക്റ്റായി എത്തുന്ന ഗൗരിയണ്ണി. പണി ചെയ്തിട്ട് ടയർഡായിട്ട് പോയി കിടക്കാൻ. ഗ്യാപ്പ് തരണ്ടേ? ഇത്രയും വലിയ ഗ്യാസ് ഉണ്ടാവും. ഗ്യാപ്പ് മാത്രം ഗ്യാപ്പ് ഞാൻ ഇപ്പൊ വന്നിട്ട് ലാസ്റ്റ് ടച്ച് ചെയ്താലേ ഒരു കരണ്ടി എടുത്ത് വായിലൊഴിക്കുക. അപ്പൊ അണ്ണാക്ക് പൊള്ളട്ടെ. അല്ല ഗൈസ്, എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം. അപ്പൊ നമുക്കിത് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിന്നെയും പോയി വിശ്രമിക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ ഇത് ആരും ട്രൈ ചെയ്യരുത്. ഓണർ ഓഫ് ദ ഹൗസ്. എന്റെ റവ ചൂടാകണം സാർ, എന്നാലും അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ സാർ. അങ്ങനെ അണ്ണാക്കിലെടുത്ത് ഇട്ടളിയാ. ഇതിന് ഞങ്ങള് വന്നത് പ്രമാണിച്ചിട്ട് മീന്, ഇതെന്ത് മീനത്? അത് കേരമീന്. ഇത് വലിയ മാന്തൾ, നത്തൾ. അതാ വലിയ നത്തൾ. എങ്ങനെയുണ്ട് കേസരി? പൈനാപ്പിളൊക്കെ വെറുതെയാണ്. പൈനാപ്പിൾ ഒന്നും ചുമ്മാ പൈനാപ്പിളൊക്കെ ഉണ്ട്. അണ്ടിപ്പരിപ്പ്, മുളകരി, അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ലഞ്ച് ഉണ്ടാക്കണം. അപ്പൊ ഗൈസ് എന്താണ് കേസരി റെഡിയായി. അപ്പൊ നമ്മളത് ടേസ്റ്റ് ചെയ്യണം. ആദ്യം കാഷ്നട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് നന്നായിട്ടുണ്ട്. അപ്പൊ ഇത് വീട്ടില് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം.
ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് പണിയുണ്ട്. സാമ്പാർ, ഉപ്പേരി, ഇതാ ഫിഷ് ഉണ്ടാക്കാൻ പോകണു. ഇനി ഉച്ചയ്ക്കുള്ള തിരക്കങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും വരിക. പൂനെത്രയാണ് വീട്? ആള് കുക്കാണ് ഷെഫ്. ആളുടെ വീട് പാലക്കാട്. പൂനെത്ര വന്നാ മുട്ടുക്കും. എന്റെ അമ്മയുടെ വീട്. അപ്പൊ എല്ലാരും വരിക. ഇനി അടുത്ത വീഡിയോയില് ഞങ്ങൾ വരും. അപ്പൊ എല്ലാവർക്കും ബൈ.